ഹായ് ഗുഡ് ഈവനിങ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വൈകിട്ടത്തെ ചായയുടെ പലഹാരവും രാത്രിയിലത്തെ ഡിന്നറിൻ്റെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. വൈകിട്ടത്തെ ചായയുടെ പലഹാരം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് നമ്മുടെ പത്തിരി. പത്തിരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് തേങ്ങാപ്പാൽ ചേർത്ത് കഴിക്കാം, പഞ്ചസാര ചേർത്ത് കഴിക്കാം. സാധാരണ ഉണ്ടാക്കുന്ന പത്തിരിയല്ല, അരിയും തേങ്ങ അരച്ച് ചട്ടിയിൽ ഒഴിച്ച് വേവിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പത്തിരി റെഡിയായി. എണ്ണയിലൊന്നും പൊരിച്ചെടുക്കണ്ട, ആ രീതിയിലുള്ള പത്തിരിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 3/4 കപ്പ് അരി വെള്ളത്തിൽ സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഒരു 4-5 മണിക്കൂർ സോക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഒരുപാട് 8 മണിക്കൂറൊന്നും സോക്ക് ചെയ്തെടുക്കണ്ട. പച്ചരിയോ ഉണക്കലരിയോ ഏത് അരി വേണമെങ്കിലും നമുക്കിതുപോലെ സോക്ക് ചെയ്തെടുത്തിട്ട് ഈ ഒരു പത്തിരി ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ പഞ്ചസാര ചേർത്തിട്ട് തന്നെ നമുക്ക് കൊടുക്കാം. ഇതിലേക്ക് ഇങ്ങനെ ഒരു പിടി തേങ്ങ ചേർക്കാം, അത്രയും മതി. ഇത് രണ്ടും ഒരു പിഞ്ചുപ്പും, ഒരു 2 പിഞ്ചുപ്പ് ഞാൻ ചേർക്കുന്നുണ്ട്. ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മളിതാ പത്തിരിയുടെ മാവ് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിൽ അരച്ചെടുക്കുക കേട്ടോ. കണ്ടോ, ഒരുപാട് ലൂസ് അല്ലാത്ത രീതിയിൽ അരച്ചെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര കൂട്ടിയാണ് കഴിക്കുന്നതെങ്കിൽ ഫ്ലേവറിങ്ങിന് വേണമെങ്കിൽ ഏലക്ക പൊടി ചേർക്കാം. ഞാനിപ്പോൾ ഏലക്കപ്പൊടിയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. അത് നമ്മുടെ ചോയ്സാണ്, ഏലക്കപ്പൊടി ചേർക്കണോ വേണ്ടയോ എന്നുള്ളത്. എൻ്റെ കയ്യിലിപ്പോൾ തേങ്ങയുടെ ഷോർട്ടേജ് കാരണം ഞാൻ തേങ്ങാപ്പാലൊന്നും ചേർത്തിട്ടല്ല കഴിക്കാൻ എടുക്കുന്നത്. വെറുതെ പഞ്ചസാര മുകളിൽ ഇത്തിരി ഇട്ടിട്ടാണ് കഴിക്കാൻ എടുക്കുന്നത്. ഇനി നമുക്ക് ചട്ടി ചൂടാക്കാം. അപ്പോൾ ഇരുമ്പിൻ്റെ ചട്ടിയിൽ തന്നെ മാക്സിമം ഇതൊന്ന് ഉണ്ടാക്കാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ചട്ടി ചൂടാക്കി എടുക്കാം. ഞാനിപ്പോൾ ഈ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാം കേട്ടോ. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുക. അതുപോലെ തന്നെ പറയാൻ പോകുന്ന കാര്യം പോയി. അതുപോലെ തന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു കുഴിവെള്ള കയ്യിൽ ഉപയോഗിച്ച് പരത്തി കൊടുക്കണം ചെറുതായിട്ട്. അപ്പോഴാണിത് കറക്റ്റായിട്ട് തിക്നെസ് അധികം ഇല്ലാതെ വരിക. അപ്പം ഞാനിതൊന്ന് എണ്ണ തടവി കൊടുക്കട്ടെ ചട്ടിയിലേക്ക്. ചെറുതായിട്ട് മതി, ഒരുപാട് എണ്ണയൊന്നും വേണ്ട. ഒരുപാട് വലിപ്പത്തിലല്ല നമ്മളിത് ഉണ്ടാക്കുന്നത്, ചെറിയ വലിപ്പത്തിൽ. ഒരുപാട് വലിയ പത്തിരി അല്ലാതെ ചെറിയ വലിപ്പത്തിലാണ് പത്തിരി ഉണ്ടാക്കുന്നത്. ചട്ടി നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ എണ്ണ തടവി കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു കയ്യിൽ മാവ് ഒഴിച്ചിട്ട് പരത്തി കൊടുക്കും. അതിനുശേഷം അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അത് ഒരു വലിയ ബർണറിൽ വെച്ച് കുക്ക് ചെയ്യേണ്ട, ഒരു മീഡിയം ബർണറിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. പിന്നെ ഞാൻ രാത്രിയിലത്തേക്ക് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഗോതമ്പുട്ടും പരിപ്പ് കറിയാണ്. അപ്പോൾ പരിപ്പ് കറിക്കുള്ള പരിപ്പ് വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഗോതമ്പുട്ടിന് ഇപ്പോൾ നനയ്ക്കുന്നില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോഴേ പുട്ടുണ്ടാക്കി വെക്കേണ്ട, പൊടിയൊന്നും നനച്ച് വെക്കേണ്ട ആവശ്യമില്ലല്ലോ. കഴിക്കുന്നതിന് തൊട്ട് മുന്നേ റെഡിയാക്കേണ്ട ആവശ്യമേ ഉള്ളൂ. അപ്പോൾ പത്തിരി കുക്കായി വരട്ടെ, ഞാൻ പരിപ്പ് കുക്കറിലേക്ക് മാറ്റട്ടെ. അപ്പം ഞാൻ പരിപ്പും വെച്ചിട്ടുണ്ട് കുക്ക് ചെയ്യാനായിട്ട്. പിന്നെ അതാ കുറച്ച് പാത്രങ്ങൾ ഒതുക്കാനുണ്ട്. പിന്നെ നമ്മളിപ്പോൾ എടുത്ത് മിക്സി കഴുകാനുണ്ട്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും കൂടി ചെയ്യാനുണ്ട്. അപ്പം ഞാനിനി പാത്രങ്ങളൊക്കെ ഒതുക്കട്ടെ. ഈ ഒരു ചട്ടി ഞാൻ വലിയ ബർണറിൽ നിന്ന് ചെറിയ ബർണറിലേക്ക് മാറ്റി. എന്താണെന്ന് വെച്ചാൽ വലിയ ബർണറിൽ തീ കൂടുതലാണ്, അതുകൊണ്ടൊന്ന് ചെറിയ ബർണറിലേക്ക് മാറ്റിയിട്ടോ. അപ്പോൾ നമ്മുടെ പത്തിരി കുക്കായി വന്നിട്ടുണ്ട്. ഇതുപോലെ ഇരിക്കും നമ്മുടെ പത്തിരി. കനം കുറഞ്ഞ് ഇതുപോലെ നൈസായിട്ടിരിക്കും. ഒരുപാട് തിന്നല്ല കേട്ടോ, ഒരു മീഡിയം തിക്നെസ്സിൽ ഇതാ ഇങ്ങനെ ഇരിക്കും. ഞാൻ കയ്യിലെടുത്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ കൈ പൊള്ളും, അതുകൊണ്ടാണ് ഞാൻ പ്ലേറ്റിൽ കാണിക്കുന്നത്. ഞാൻ 2-3 ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാം. ഇത് ചൂടോടുകൂടി പഞ്ചസാര ഇട്ടിട്ട് അല്ലെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് കഴിക്കുക കേട്ടോ. ചെറിയ ചൂടോടുകൂടി കഴിക്കുക, ചൂട് മാറിയിട്ട് കഴിക്കരുത്. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് തേങ്ങ ചിരവിയിട്ട് ചേർക്കാം. ഞാൻ അങ്ങനെയും കാണിച്ചു തരാം. ഒരു കുറച്ച് തേങ്ങ ഇതിലേക്ക് ചിരവിയത് ചേർക്കാം, അങ്ങനെ കഴിച്ചാലും ടേസ്റ്റാണ്. അപ്പം ഞാനിതിലിപ്പോൾ കുറച്ചുകൂടി വെള്ളം ചേർത്ത് തേങ്ങ ചിരവിയത് മാത്രം ചേർത്തിട്ട് ഉണ്ടാക്കി കാണിച്ചു തരാം. 2-3 രീതിയിൽ നമുക്ക് ഉണ്ടാക്കാം. ഒരു 2 ടീസ്പൂൺ വെള്ളം ചേർത്തിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർക്കുക. ഉപ്പ് നമ്മൾ
വെള്ളം ചേർക്കുന്നതനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ഒന്നുകൂടി മിക്സ് ചെയ്തെടുത്തിട്ട്, ആ തേങ്ങ കടിക്കാൻ ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ മാത്രം ഇങ്ങനെ ചേർത്താൽ മതി കേട്ടോ. അരിയും തേങ്ങ അരച്ചതിലേക്ക് കുറച്ചുകൂടി തേങ്ങ ഇതുപോലെ ചിരവിയത് ചേർത്തതിന് ശേഷം ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ചെറിയ തീയിൽ വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇതിലാവുമ്പോൾ പഞ്ചസാരയും വേണ്ട, തേങ്ങാപ്പാലും വേണ്ട, വെറുതെ കഴിക്കാവുന്നതേ ഉള്ളൂ. ആ തേങ്ങയൊക്കെ ചവച്ച് കഴിക്കാവുന്നതേ ഉള്ളൂ. 2-3 രീതിയിൽ കഴിക്കാം എന്നുള്ളത് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി സ്വീകരിക്കാം. കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഈസി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാം. ഒരുപാട് എണ്ണയൊന്നുമില്ലല്ലോ. ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. പിന്നെ ചിക്കൻ കറിയുടെ കൂടെയോ മുട്ടക്കറിയുടെ കൂടെയോ ഒക്കെ ചേർത്ത് കഴിക്കാനും പറ്റിയ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കറിയുടെ കൂടെയും കഴിക്കാം, കറി ഇല്ലാതെയും കഴിക്കാം, എങ്ങനെയാണെങ്കിലും കഴിക്കാം. ഇനി എൻ്റെ കുക്കർ ഒരു 3 വിസിൽ വരുമ്പോൾ പരിപ്പ് വേകും. അതിനുശേഷം നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം കേട്ടോ. അപ്പോൾ നമ്മുടെ പത്തിരിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു, പരിപ്പും കുക്കായി കഴിഞ്ഞു. പരിപ്പിലേക്കുള്ള ഉള്ളിയൊക്കെ ഞാൻ നന്നാക്കി ഇട്ടോ. പത്തിരി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കിച്ചൂസിൻ്റെ ബെഡ്ഷീറ്റ് വയ്ക്കാൻ വേണ്ടി പോയപ്പോൾ കുറച്ച് സമയം ഡിലേ വന്നു. പിന്നെ ഉള്ളിയൊക്കെ മുറിച്ചിട്ട് പരിപ്പ് കറിയും കൂടി ഉണ്ടാക്കി വെച്ചിട്ട് പുട്ട് ഞാനൊരു 8:30-9 മണിയാകുമ്പോഴേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ പത്തിരിക്കുട്ടികൾ. അപ്പോൾ ഇതുപോലെ ഇരിക്കും കേട്ടോ പത്തിരി. ഒരു കുഞ്ഞ കൈയുടെ വലിപ്പത്തിൽ, ഇത്രേ വലിപ്പമുള്ളൂ. ഇത് തേങ്ങ ഇട്ടിരിക്കുന്നതുകൊണ്ട് വെറുതെ ഇങ്ങനെ ഇളം ചൂടോടെ എടുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്യൂ കേട്ടോ. എന്തായാലും എല്ലാവരും ഉണ്ടാക്കി കഴിക്കണേ. പിന്നെ കറിയുടെ കൂടെയാണോ, പഞ്ചസാരയുടെ കൂടെയാണോ, തേങ്ങാപ്പാലിൻ്റെ കൂടെയാണോ, ഏതിൻ്റെ കൂടെയാണോ കഴിച്ചിട്ട് ഇഷ്ടമായതൊന്നും പറയണേ. അപ്പോൾ ഞാൻ ഇനി പരിപ്പ് കറി ഉണ്ടാക്കട്ടെ. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടുണ്ട് കേട്ടോ ചട്ടിയിൽ. അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുകയാണ്. സാധാരണ നമ്മുടെ പരിപ്പ് കറിയാണ്. അപ്പോൾ ഞാൻ എന്ത് കാര്യമാണ് പറയാൻ വന്നത്, നേരത്തെ ഒരു കാര്യം പറയാൻ വന്നു. ഈ പത്തിരി തേങ്ങ ചേർത്തിട്ടും തേങ്ങ ചേർക്കാതെ ഉണ്ടാക്കാന്ന് പറഞ്ഞില്ലേ. തേങ്ങ ഇതുപോലെ ഇങ്ങനെ ഇട്ടിട്ട് കഴിക്കുമ്പോഴാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങൾ കറി കൂട്ടിയാണ് കഴിക്കുന്നതെങ്കിൽ തേങ്ങ കൂടുതൽ ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. അരയ്ക്കുമ്പോൾ ചേർക്കുന്നത് മാത്രമായാലും മതി. തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ കറിയൊന്നും വേണമെന്നില്ല. 2 രീതിയിലും കഴിക്കാം. തേങ്ങ വെറുതെ ഇതുപോലെ ഇട്ടിട്ടും കഴിക്കാം, തേങ്ങ അരച്ചും ചേർത്തിട്ടുണ്ടല്ലോ അതില്. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. കടുക് പൊട്ടുന്നില്ല. ഇല്ല, ഞാൻ കുറെ സമയമായി ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട്. ചട്ടി വെച്ചിട്ടെന്ന് വെച്ചാൽ പത്തിരി ഉണ്ടാക്കി അതേ ചട്ടി തന്നെയാണ്. പാത്രം കഴുകാൻ മടിയുള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഒരു ചട്ടിയിൽ തന്നെ മാക്സിമം കാര്യങ്ങൾ ചെയ്യും. പപ്പടം ഇല്ല, പപ്പടം വാങ്ങിച്ചിട്ട് വേണം. ഇല്ലെങ്കിൽ പപ്പടം കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പപ്പടവും കൂടി കാച്ചിട്ട് അതേ ചട്ടിയിൽ തന്നെ പരിപ്പ് കറി ഉണ്ടാക്കിയേനെ. ഇപ്പം മുളക് എടുത്തിട്ട്, മുളക് ചതച്ചത് എടുത്തിട്ട് വന്നാലേ നമ്മുടെ പരിപ്പ് കറി കംപ്ലീറ്റ് ആവുള്ളൂ. പിന്നെ നിങ്ങളുടെ നാട്ടിലൊക്കെ ഈ രീതിയിലുള്ള പത്തിരി ഉണ്ടാക്കാറുണ്ടോ? എല്ലാ നാട്ടിലും ഈ രീതിയിലുള്ള പത്തിരി ഉണ്ടാക്കാറുണ്ടോ? ഉണ്ടാക്കാറുണ്ടെങ്കിൽ എന്താണ് ഈ പത്തിരിക്ക് പേര് പറയുന്നതെന്നും കൂടെ ഒന്ന് കമന്റ് ചെയ്യണേ. നമ്മുടെ ഇവിടെ എന്തോ സാധാരണ അരിപ്പത്തിരി എന്ന് തന്നെയല്ലേ പറയണേ. വേറെ പ്രത്യേകിച്ച് വേറെ പേരൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വേറെ എന്തെങ്കിലും പേരുണ്ടോന്ന് അറിയാൻ വേണ്ടി ചോദിച്ചു എന്നേ ഉള്ളൂ. അപ്പൊ നമ്മുടെ കടുക് പൊട്ടിത്തുടങ്ങി. പഞ്ചസാര വേണോ? വേണ്ട, പഞ്ചസാര ഇല്ലാതെ വെറുതെ കഴിക്കണം ഇഷ്ടം. ഞങ്ങളിപ്പോ കൊറേ വർഷം, ഒരു 3-4 വർഷങ്ങളായിട്ടുണ്ടല്ലോ ഇത് ഉണ്ടാക്കിയിട്ട്. ഇതിങ്ങനെ വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കാറുള്ളൂ. വല്ലപ്പോഴും ഇപ്പൊ 3-4 വർഷം മുന്നേ ഉണ്ടാക്കിയൊരു സ്നാക്കാണിത്. സ്നാക്കായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാം. നമുക്ക് എപ്പോ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന റെസിപ്പിയാണിത്. പിന്നെ ഈ ഒരു പരിപ്പ് കറി നമുക്ക് ചോറിൻ്റെ കൂടെയും കഴിക്കാം, ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാം, പൂരിയുടെ കൂടെ കഴിക്കാം, പുട്ടിൻ്റെ കൂടെ കഴിക്കാം. അങ്ങനെ ഇന്നെല്ലാം പല സമയത്തും കഴിക്കാൻ പറ്റുന്ന റെസിപ്പികളാണ് കേട്ടോ ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. പലതിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റുന്ന റെസിപ്പികൾ. എന്താണെന്ന് വെച്ചാൽ പരിപ്പ് കറി ബാക്കി വരികയാണെങ്കിൽ നാളെ രാവിലെ ചപ്പാത്തിയാണോ പുട്ടാണോ എന്താണെന്ന് തീരുമാനിച്ചിട്ടില്ല, അതിൻ്റെ കൂടെ എടുക്കാം. അങ്ങനെ മൾട്ടിപർപ്പസ് പ്ലാനിങ്ങിലാണ് ഇന്ന് പോകുന്നത്. തേങ്ങ ഇല്ലാത്തതാണ് ഞങ്ങളിങ്ങനെ പല രീതിയിലും പ്ലാൻ ചെയ്യണതിൻ്റെ കാര്യം. തേങ്ങ കയറാനുള്ള ചേട്ടൻ കഴിഞ്ഞ ഞായറാഴ്ച വരാമെന്ന് പറഞ്ഞിട്ട് ഇത്രയും ദിവസമായിട്ട് വന്നിട്ടില്ല. ചേട്ടൻ പറഞ്ഞു പറ്റിക്കാണ്. 1-1.5 ആഴ്ചയല്ലേ പറഞ്ഞിട്ട്? 1.5 ആഴ്ച.
അപ്പം ഞാൻ കുറേ ഉള്ളി ഇട്ടുന്നുണ്ട്, ഒരു 10-12 ഉള്ളി ഇട്ടിട്ടുണ്ട് പരിപ്പ് കറിക്ക്. ഒരു പിടി പരിപ്പിന് ഒരു 12 ഉള്ളി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഉള്ളി കൂടുന്തോറും നമ്മുടെ പരിപ്പ് കറിക്ക് ടേസ്റ്റ് കൂടും. സവാള ഇടുന്നതിനേക്കാൾ എപ്പോഴും പരിപ്പ് കറി ഉണ്ടാക്കുമ്പോൾ ഉള്ളി ഇട്ടിട്ട് തന്നെ പരിപ്പ് കറി ഉണ്ടാക്കാം. സൂര്യൻ അസ്തമിച്ച് നല്ലൊരു ഓറഞ്ച് കളറൊക്കെ ആയി വരുന്നുണ്ട് ആകാശത്തിൽ. നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, എനിക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഞാനിവിടെ ഒന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ എനിക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ. നല്ല രസമുണ്ട് കേട്ടോ. എനിക്ക് മാത്രമേ കാണാൻ പറ്റൂ. നന്ദനത്തിലെ കൃഷ്ണനാണ്. നന്ദനത്തിലെ കൃഷ്ണനല്ല, ഞാൻ ആകാശത്തിന്റെ കാര്യം പറഞ്ഞത്. അത് ഞാൻ മാത്രമേ കണ്ടുള്ളൂ, ഞാനേ കണ്ടുള്ളൂ എന്നല്ലേ. ഇത് ഞാൻ എനിക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞത്. കുറച്ച് മഞ്ഞൾപ്പൊടി, പരിപ്പ് കറി ഉണ്ടാക്കുമ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടിഞ്ഞ ഒരു ഭംഗി ഉണ്ടാകും പരിപ്പ് കറിക്ക്. ഞാൻ ഈ ഭംഗി ഉണ്ടെന്ന് ഉദ്ദേശിക്കുന്നത് ടേസ്റ്റും കൂടെ ഉദ്ദേശിച്ചിട്ടാണ് കേട്ടോ. അപ്പൊ ഇടയ്ക്ക് കമന്റ്സ് വരാറുണ്ട്, ഭംഗിയിലാണോ കാര്യം ഇരിക്കുന്നത് ടേസ്റ്റിലല്ലേ എന്ന്. ഭംഗിയും ടേസ്റ്റും ഒരുമിച്ച് ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ഭംഗി ഉണ്ടെന്ന് പറയണത്. അപ്പൊ അത് തെറ്റിദ്ധരിക്കപ്പെടരുത് കേട്ടോ. അപ്പൊ ആരൊക്കെ ഇതുപോലെ നമുക്ക് ചെറിയ മടി വരുന്ന ദിവസങ്ങളിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ ചെറിയ വയ്യായ്മയുള്ള ദിവസങ്ങളിലോ എന്തെങ്കിലും സമയമില്ലാത്ത ദിവസങ്ങളിലോ ഇതുപോലെ അഡ്ജസ്റ്റ്മെന്റ് പലഹാരങ്ങളും അഡ്ജസ്റ്റ്മെന്റ് സ്നാക്സും ഒക്കെ ഉണ്ടാക്കാറുണ്ട്. അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഹെൽത്തി റെസിപ്പീസ് ആണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ പുട്ടാണെങ്കിലും ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്, പക്ഷെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പികളാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാറുണ്ടെന്നുള്ളതൊക്കെ ഒന്ന് കമന്റ് ചെയ്യണേ, എളുപ്പത്തിൽ ഉണ്ടാക്കാറുണ്ടെന്നുള്ളത്. മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. മഞ്ഞൾപ്പൊടിയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് വരട്ടെ. മഞ്ഞൾപ്പൊടിയൊക്കെ കുക്കായി കഴിയുമ്പോൾ നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന മുളക് ചേർക്കാം. മുളക് ചേർക്കുമ്പോൾ എപ്പോഴും എൻ്റെ കറിക്ക് അധികം കളർ ഉണ്ടാവില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഭയങ്കര എരിവാണ് ഈ മുളകിന്. കളർ ഒട്ടും ഉണ്ടാവില്ല, പക്ഷെ ഭയങ്കര എരിവാണ്. അതാണ് ഒരു പ്രശ്നം. ഈ മുളകിനെ വിശ്വസിക്കാൻ കൊള്ളില്ല. നമ്മൾ ഏറ്റവും കുറച്ചിട്ടാലും എരിഞ്ഞ് വിഷമിച്ചു പോകും. കഴിഞ്ഞ ദിവസം ഏതോ ഒരു കറിക്ക് കമന്റ് വന്നിരുന്നു, ഈ കറി കാണാൻ ഒട്ടും ഇതില്ലല്ലോ, ഒട്ടും എരിവില്ലാതെയാണ് കറി ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളത്. പക്ഷെ എരിവ് ഒട്ടും ഉണ്ടാവില്ല എന്ന് കണ്ടാൽ തോന്നുമെങ്കിലും നല്ല എരിവുണ്ടാവും കറിക്ക്. നമ്മുടെ 2 മുളകിനും, ചതച്ച് വെച്ചിരിക്കുന്ന മുളകിനും പൊടിച്ചു വെച്ചിരിക്കുന്ന മുളകിനും നല്ല എരിവാണ്. അപ്പോൾ മുളകും കുക്കായുണ്ട്, പരിപ്പും കൂടി ചേർക്കാം. ഇതിനിടയിൽ ഞാൻ മിക്സിയൊക്കെ കഴുകി വെച്ചു കേട്ടോ. അരച്ച മിക്സിയൊക്കെ കഴുകി വെച്ചു, പാത്രം കഴുകലൊക്കെ കഴിഞ്ഞു. നമ്മുടെ പരിപ്പ് കറിയും റെഡിയായി. കുറച്ച് ഗ്രേവിയുള്ള പരിപ്പ് കറി, ഒരുപാട് ഗ്രേവിയുള്ള പരിപ്പ് കറിയല്ല. ഇനി ഒന്ന് ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഉപ്പ് കറക്റ്റ് ആണെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്യുക, അത്രേ ഉള്ളൂ. എന്നുവെച്ചാൽ പപ്പടം പുട്ടും പരിപ്പും എന്ന് പറയുമ്പോൾ ഇത്തിരി ഗ്രേവി വേണമല്ലോ. ഒന്ന് ഉപ്പൊക്കെ നോക്കട്ടെ. ഉപ്പില്ല, എരിവ് ആവശ്യത്തിന് ഉണ്ടേനും. ഉപ്പും ചേർത്ത് ഒന്നിളക്കി ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനി കുറച്ച് കഴിയുമ്പോൾ ഞാനിതൊന്ന് പകർത്തി വെക്കും. അപ്പോൾ പരിപ്പ് കറിയും റെഡി. ഇനി പുട്ടിന് പൊടി നനച്ച് വെക്കുന്നുണ്ട്. പുട്ടൊരു 9 മണിയാകുമ്പോഴേ ഉണ്ടാക്കുന്നുള്ളൂ. അതും കൂടി കഴിഞ്ഞാൽ എൻ്റെ ഇന്നത്തെ നൈറ്റ് പരിപാടികൾ കഴിഞ്ഞു. തുണി വിരിക്കാനുണ്ട് കേട്ടോ, കുറച്ചധികം തുണി വിരിക്കാനുണ്ട്. അത് കുറച്ച് കഴിഞ്ഞിട്ടേ വിരിക്കുന്നുള്ളൂ, ഇപ്പോൾ തുണി വിരിക്കില്ല. തുണി മടക്കാനൊന്നുമില്ല, വിരിക്കാനേ ഉള്ളൂ. അപ്പം അതൊക്കെയാണ് ഇന്നത്തെ രാത്രിയിലത്തെ കലാപരിപാടികൾ. അപ്പം ഞാൻ ഈ പരിപ്പ് കറി ഒന്ന് അടച്ചു വെച്ചിട്ട് പുട്ടിൻ്റെ പൊടി നനയ്ക്കട്ടെ. അപ്പം ഞാൻ എന്താ ഗോതമ്പ് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് പുട്ടിനായിട്ട്. അതിലേക്ക് സാധാരണ നമ്മൾ ചേർക്കുന്ന പോലെ ഉപ്പ്, ഞാൻ വെള്ളത്തിലേക്കല്ല ഉപ്പ് ചേർക്കുന്നത്, പൊടിയിലേക്കാണ് ഉപ്പ് ചേർക്കുന്നത് എപ്പോഴും. അങ്ങനെ ശീലിച്ചു പോയി കേട്ടോ, അതുകൊണ്ട് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് വെള്ളം ചേർത്ത് മിക്സ് ചെയ്യുക. നമ്മൾ സാധാരണ പുട്ട് മിക്സ് ചെയ്യുന്ന പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ കറിയൊക്കെ നേരത്തെ റെഡിയാക്കി വെച്ചതുകൊണ്ട് ഇനിയിപ്പോൾ പുട്ടും പപ്പടവും മാത്രം റെഡിയാക്കിയാൽ മതി. പുട്ടിന് വെള്ളം വെച്ചിട്ടുണ്ട് ചൂടാവാനായിട്ട്. പുട്ട് പൊടി റെഡിയായി വരുമ്പോൾ വെള്ളം തിളച്ചോളും. അപ്പോൾ ആദ്യമായിട്ട് ഗോതമ്പ് പുട്ട് ഉണ്ടാക്കുന്നവരൊന്നും ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഉണ്ടാക്കരുത് കേട്ടോ. നിങ്ങൾ കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നനച്ചെടുക്കുക. കുറേ
എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർക്ക് അറിയാം എത്ര വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആവും എന്നുള്ളത്. അപ്പോൾ ഈ ഒരു റെസിപ്പിയൊക്കെ വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പി അല്ലേ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഡിന്നറൊക്കെ പ്ലാൻ ചെയ്ത് നോക്കാറില്ല എന്നുണ്ടെങ്കിൽ, പ്രിപ്പയർ ചെയ്ത് നോക്കാറില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇങ്ങനെ പ്രിപ്പയർ ചെയ്യട്ടോ. ഇടയ്ക്കൊക്കെ സമയമില്ലാത്ത സമയത്ത് മാത്രം, എപ്പോഴും ചെയ്യാനല്ല, ഇടയ്ക്കൊക്കെ ഇതുപോലെ ചെയ്ത് നോക്കും. പിന്നെ ഗോതമ്പുട്ട് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ധാരാളമായിട്ട് തേങ്ങ ചേർക്കുക. ഇല്ലെങ്കിൽ ഗോതമ്പുട്ടിന് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. തേങ്ങ കൂടുതൽ ചേർത്തിട്ടുണ്ടെങ്കിൽ ഗോതമ്പുട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. സാധാരണ എല്ലാവരും ഗോതമ്പുട്ടാണെങ്കിലും അരിപ്പുട്ടാണെങ്കിലും ഉണ്ടാക്കുമ്പോൾ തേങ്ങ ചേർക്കാതെയാണ് ഉണ്ടാക്കുക. ആ തേങ്ങ ചേർക്കാതെ ഉണ്ടാക്കുമ്പോൾ പുട്ടിന് ഒന്നിനും അത്ര ടേസ്റ്റ് വരില്ല. തേങ്ങ ചേർക്കാന്ന് വെച്ചാൽ തേങ്ങ ഇടയ്ക്കിടയ്ക്കാണ് ആൾക്കാർ ഇട്ട് കൊടുക്കാറുള്ളത്. ചില ആൾക്കാർ ആ അറ്റത്ത് ഈ അറ്റത്ത് മാത്രമേ ഉള്ളൂ. തേങ്ങ എല്ലാവരും ചേർക്കാറുണ്ടെന്ന് പറയൂ. അങ്ങനെയല്ല, നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഞാനിപ്പോൾ കാണിച്ചു തരാം എങ്ങനെയാണ് ഞങ്ങളുടെ രീതിയിലുള്ള പുട്ടെന്നുള്ളത്. ഇത്രയും തേങ്ങ വേണോ എന്ന് ചോദിക്കരുത്, പക്ഷെ അത്രയും തേങ്ങ ചേർത്താലേ ടേസ്റ്റ് കൂടുതൽ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ നമ്മുടെ പൊടി കറക്റ്റ് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഡ്രൈ ആയിട്ടുള്ള ഒരു മിക്സിയുടെ ജാർ എടുക്കാം. മിക്സിയുടെ ജാർ എപ്പോഴും ഡ്രൈ ആയിരിക്കണം കേട്ടോ. അപ്പോൾ ഈ ഡ്രൈ ആയിട്ടുള്ള ജാറിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പുട്ടുപൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൾസ് ചെയ്യുക. അത്രയും മതി കേട്ടോ, ഒരുപാട് പൾസ് ചെയ്യണ്ട. അപ്പോൾ ഞാൻ എന്താ മിക്സിയിലൊന്ന് പൾസ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ പൊടി. ഇത് കണ്ടോ, എല്ലാം ഒരേപോലെ കട്ടയില്ലാതെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്തിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് സാധാരണ പോലെ തന്നെ പുട്ട് ഫില്ല് ചെയ്തെടുക്കാം. ആദ്യം കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക, പിന്നെ നമ്മുടെ പുട്ടുപൊടി ഇട്ട് കൊടുക്കുക, പിന്നെ ഇടയ്ക്ക് വീണ്ടും തേങ്ങ ഇട്ട് കൊടുക്കുക, പുട്ടുപൊടി ഇട്ട് കൊടുക്കുക. അങ്ങനെ പുട്ടുണ്ടാക്കിയെടുക്കുക. അതിപ്പോൾ നമുക്ക് 2 പീസോ 3 പീസോ ആക്കിയെടുക്കാവുന്ന രീതിയിൽ പുട്ടുണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 2 പീസായിട്ടാണ് എടുക്കുന്നത്. മുകളിലും തേങ്ങ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഗോതമ്പ് പുട്ട് റെഡിയായി വരുന്നുണ്ട്. ഇനി കുക്ക് ചെയ്യാൻ വെച്ചാൽ മതി. ഞാനിത് കുക്ക് ചെയ്യാൻ വെച്ചിട്ട് പപ്പടം കാച്ചി എടുക്കട്ടെ. അപ്പോൾ നമ്മുടെ പപ്പടം കാച്ചി തുടങ്ങുന്നതിന് മുന്നേ തന്നെ പുട്ടിൻ്റെ ഫസ്റ്റ് ബാച്ച് കുക്കായിട്ടോ. ഇനിയിപ്പോൾ ഒരു പ്രാവശ്യവും കൂടി പുട്ട് വയ്ക്കാനുണ്ട്. ഞാനിപ്പോൾ ഒരു പ്രാവശ്യം കൂടി പുട്ട് വയ്ക്കട്ടെ. ഈ പുട്ട് നീക്കി വയ്ക്കട്ടെ. പപ്പടം കാച്ചാനായിട്ട് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പുട്ടുപൊടി റെഡിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാലും കുഴപ്പമില്ല കേട്ടോ. നമുക്ക് 1-2 ദിവസം എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചാലും ഇതുപോലെ തന്നെ എടുത്ത് യൂസ് ചെയ്യാം. വീണ്ടും നനച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ബാക്കിയുള്ള പുട്ടുപൊടി എടുത്ത് ഫ്രിഡ്ജിൽ വെക്കുകയാണ് ഇപ്പോൾ ആവശ്യത്തിന് എടുത്തു കഴിഞ്ഞിട്ട്. ഇനി പപ്പടം കാച്ചാനായിട്ട് വെളിച്ചെണ്ണ ചൂടായി വരുന്നുണ്ട്. പപ്പടവും കൂടി കാച്ചി കഴിഞ്ഞില്ലെങ്കിൽ ഇന്നത്തെ രാത്രിയിലത്തെ പരിപാടികൾ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കണം, പപ്പടവും കാച്ചിയെടുക്കണം. പിന്നെ ഞാൻ പപ്പടവും കൂടി കാച്ചിയെടുക്കട്ടെ കേട്ടോ. പപ്പടം കാച്ചാനായിട്ട് വെളിച്ചെണ്ണ ചൂടായി വരുന്നേ ഉള്ളൂ. നമ്മുടെ പുട്ട് സെക്കൻഡ് ബാച്ചും റെഡിയായി. അപ്പം നമ്മുടെ പുട്ടും പപ്പടവും എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ പുട്ടും പപ്പടവും പരിപ്പ് കറിയും എല്ലാം ചേർത്ത് പുട്ട് കഴിച്ചാൽ മതി. അപ്പോൾ ഞങ്ങൾ എന്തായാലും രാത്രി ഫുഡ് കഴിക്കട്ടെ. നിങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചു എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നമ്മുടെ അടുത്തൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.